നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്റെയും സഹോദരന്റെയും മരണത്തിനിടയാക്കിയ കാർ ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഡംബര കാർ ഉടമ ക്യാപ്റ്റൻ സുജിത് കെ നായരും ഡ്രൈവറും റിമാൻഡിൽ. നെല്ല് സംഭരണ വില നൽകിയില്ല. കുട്ടനാടൻ കർഷകർ കയറെടുക്കേണ്ട അവസ്ഥയിൽ. നെല്ല് സംഭരണ വില വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. കുട്ടനാട്ടുകാർക്ക് കാലക്രമേണ യാത്രാ ബോട്ടുകൾ അന്യമാകും. കട്ടപ്പുറത്തായ ബോട്ടുകൾ മുങ്ങിത്താഴുന്ന വാട്ടർ അതോറിറ്റി. വീടണയാൻ വഴി കാണാതെ നാട്ടുകാർ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പള്ളാത്തുരുത്തി അപകട കാരണമായ ആഡംബര കാർ ആലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാക്കി. വാഹനം ഗോ എയർലൈൻസിലെ പൈലറ്റിന്റേത്. ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ രാജു ജോസഫും സഹോദരൻ വാവച്ചൻ ജോസഫും മരിക്കാനിടയാക്കിയ പള്ളാത്തുരുത്തി വാഹനാപകടത്തിലെ കാറാണ് ഹാജരാക്കിയത്. കാറുടമയായ ഗോ എയർലൈൻസിലെ പൈലറ്റും ചെന്നൈ വെങ്കടേശ്വര നഗർ സ്വദേശിയുമായ ക്യാപ്റ്റൻ സുജിത് കെ നായരാണ് വാഹനം ഹാജരാക്കിയത്. ചെന്നൈ സ്വദേശിയായ അരശികുമാർ എന്ന ഡ്രൈവറെയും ഹാജരാക്കിയിട്ടുണ്ട്. ദൃക്സാക്ഷിയായ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. അവധിയുടെ പേര് പറഞ്ഞ് പോലീസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ആരോപണം ഉയർന്നിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. അപകടമുണ്ടാക്കിയത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഓഡി കാറാണെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ അപകടത്തിന് ശേഷം കാർ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നുവെന്നാണ് സുജിത് കെ നായർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഉടമയെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മേൽനടപടികൾ സ്വീകരിച്ചു. കുട്ടനാടൻ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. മാർച്ച് 3 മുമ്പ് നെല്ല് സംഭരിച്ചവർക്ക് മാത്രമാണ് ഇതുവരെ വില നൽകിയത്. നിലവിൽ 150 കോടിയോളം രൂപ കർഷകർക്ക് കൊടുക്കാനുണ്ട്. നെല്ലിന്റെ വില കിട്ടിയതിനു ശേഷം മകളുടെ വിവാഹം ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന കർഷകർ നിലവിൽ ആത്മഹത്യയുടെ വക്കിലാണെന്നും അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം പറഞ്ഞു. രണ്ടാം കൃഷിക്ക് തയ്യാറായിരുന്ന കർഷകർക്ക് വിളയിറക്കുവാൻ പണമില്ലാതെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണുള്ളത്. കാർഷിക ലോണും സ്വർണ്ണപ്പണയവും എടുത്ത് കൃഷിയിറക്കിയ കർഷകർക്ക് ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചു തുടങ്ങി. ജപ്തി നടപടികൾ നിർത്തിവെച്ച് നെല്ലിന്റെ വില അടിയന്തരമായി കൊടുക്കാത്ത പക്ഷം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മങ്കമ്പ് സ്റ്റുഡിയോയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ജേക്കബ് എബ്രഹാം. കുട്ടനാട്ടിലെ മഹാഭൂരിപക്ഷം പാടശേഖരങ്ങളിലും പുഞ്ചകൃഷി കഴിഞ്ഞ് നെല്ല് സംഭരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മാർച്ച് 3 മുമ്പായി നെല്ല് സംഭരിച്ച നാമമാത്രമായിട്ടുള്ള കർഷകർക്ക് മാത്രമാണ് നെല്ലിന്റെ വില കിട്ടിയിട്ടുള്ളത്. നിലവിൽ ഏതാണ്ട് 150 കോടി രൂപയിലധികം കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ലിന്റെ വിലയായി കൊടുത്തു തീർക്കുവാനായിട്ടുണ്ട്. നെല്ലിന്റെ വില കിട്ടിയതിനു ശേഷം പെൺമക്കളുടെ കല്യാണം ഉൾപ്പെടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്ന കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ മുൻകൂർ പാട്ടത്തുക കൊടുത്ത് ബാങ്ക് ലോൺ എടുത്ത് സ്വർണം പണയം വെച്ചൊക്കെ കൃഷി ചെയ്ത കർഷകർ പലിശഭാരം കൂടിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇങ്ങനെ ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള കർഷകരുടെ മേലെ ജപ്തി നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ബാങ്കുകാർ നോട്ടീസ് അയച്ചു കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ഈ നടപടിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷത്തെ കൃഷി സീസണിൽ ഈ വർഷം മുതൽ നെല്ല് PRS എടുത്തിയ പിറ്റേ ദിവസം തന്നെ കർഷകർക്ക് പണം ലഭിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പരിപൂർണമായി ലംഘിച്ചിരിക്കുന്ന അവസരത്തിൽ കർഷകരുടെ മേലുള്ള ജപ്തി നടപടികൾ അവസാനിപ്പിച്ച് അടിയന്തരമായി നെല്ലിന്റെ വില കൊടുത്തു തീർക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള കർഷക സമരം സംഘടിപ്പിക്കുവാൻ കേരള കോൺഗ്രസ് എം പാർട്ടി മുന്നോട്ട് വരുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. സ്വകാര്യ ഹൌസ് ബോട്ട് മേഖലയെ സഹായിക്കാൻ വാട്ടർ ട്രാൻസ്പോർട്ട് മേലാളന്മാർ. അറ്റകുറ്റപ്പണികൾ നടത്താതെ യാത്രാ ബോട്ടുകൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തള്ളുന്നു. ഡോക്കിൽ സ്ഥലമില്ലെന്ന വിശദീകരണം. കട്ടപ്പുറത്തായ യാത്രാ ബോട്ടുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. കാലം ചെയ്ത ബോട്ടുകൾ കൂട്ടിയിടാൻ ഡോക്കിൽ സ്ഥലമില്ലാതായതോടെയാണ് ബോട്ട് ജെട്ടി തന്നെ ഡോക്കാക്കി മാറ്റിയിരിക്കുന്നത്. ആലപ്പുഴ വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി ടൂറിസ്റ്റുകൾക്കായി ആരംഭിച്ച സീ കുട്ടനാട് ആലപ്പുഴ കൊല്ലം ടൂറിസ്റ്റ് ബോട്ടുകൾ കട്ടപ്പുറത്താകുന്നതിന് പിന്നിലെ കാരണമെന്താണ്?
സ്വകാര്യ മേഖലയിൽ ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകൾ ആലപ്പുഴ, കൊല്ലം, കോട്ടയം ജില്ലകളിലായി സർവീസ് നടത്തുന്നുണ്ട് എന്നത് തന്നെ. വകുപ്പ് തല ഉദ്യോഗസ്ഥരും ടൂറിസം മേഖലയിലെ സ്വകാര്യ ഹൌസ് ബോട്ട് ഉടമകളും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ അഴുക്കുചാലിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വെള്ളക്കേട് പോലുള്ള നിസ്സാര കേടുപാടുകൾ മാത്രമാണ് പല യാത്രാ ബോട്ടുകൾക്കുമുള്ളത്. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇവ സർവീസിന് ഉപയോഗിക്കാമെന്ന് അധികൃതർ തന്നെ പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഈ അവിഹിത കൂട്ടുകെട്ട് തന്നെ. കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ചെന്നെത്താൻ ഏക ആശ്രയമായിട്ടുള്ളത് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ യാത്രാ ബോട്ടുകൾ മാത്രമാണ്. എന്നാൽ ഉൾപ്രദേശങ്ങളിലേക്കുള്ള പല സർവീസുകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിസ്സാര പണികളുമായി ഡോക്കിലേക്ക് കയറ്റുന്ന ബോട്ടുകൾ പിന്നെ പുറം ലോകം കാണാറില്ല. നിരവധി ബോട്ടുകളാണ് ഇത്തരത്തിൽ ഡോക്കിൽ കിടന്ന് നശിക്കുന്നത്. ഏതാനും അടിപ്പലകകൾ മാത്രം മാറിയാൽ സർവീസ് നടത്താനാകുമായിരുന്ന പല ബോട്ടുകളും ചെറിയ യന്ത്രത്തകരാറുള്ള ബോട്ടുകളുമാണ് ഇവിടെ വർഷങ്ങളായി വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. ബോട്ടുകളുടെ പ്രേതഭൂമിയായ ഡോക്കിൽ സ്ഥലമില്ലാതായതോടെ കേടുവന്ന ബോട്ടുകൾ ഇപ്പോൾ ബോട്ട് ജെട്ടിയിൽ കൊണ്ടു തള്ളുകയാണ് പതിവ്. സർവീസ് നിർത്തിയതും പ്രായാധിക്യം ബാധിച്ചതും കേടുപാടുകളുള്ളതുമായ നിരവധി ബോട്ടുകളാണ് ഇത്തരത്തിൽ ജെട്ടിയിൽ ഒഴുകി നടക്കുന്നത്. നിലവിൽ സർവീസ് നടത്തുന്ന ബോട്ടുകൾ അടുപ്പിക്കാനും തിരിക്കാനുമൊക്കെ ഇതുമൂലം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയും വരുന്നുണ്ട്. ഇനിയും ഈ നില തുടർന്നാൽ ഇപ്പോൾ തന്നെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും വലിയ താമസമില്ലാതെ മുങ്ങിച്ചാകുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് KCV. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. കേരളത്തിൽ നാളികേരത്തിന് റെക്കോർഡ് വില. വില ഉയർന്നപ്പോൾ മണ്ടരിയും മഞ്ഞളിപ്പും ഉൽപാദനക്കുറവും കർഷകർക്ക് തിരിച്ചടിയായി. ആലിൻക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ എന്ന അവസ്ഥയാണ് നാളികേര കർഷകർക്ക്. തേങ്ങയ്ക്ക് റെക്കോർഡ് വിലവർദ്ധനമുണ്ടായിട്ടും ഉൽപാദനം കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണം. മണ്ടരിയും മഞ്ഞളിപ്പിനുമൊപ്പം തേങ്ങയിടാൻ സമയത്ത് ആളെ കിട്ടാത്തതുമൊക്കെ കർഷകരുടെ പ്രധാന പ്രതിസന്ധികളാവുന്നു. തേങ്ങ കിലോയ്ക്ക് 30-32 രൂപ വരെയാണ് പൊതുവിപണിയിലെ വില. 28-29 രൂപയ്ക്ക് കൃഷിവകുപ്പും തേങ്ങ സംഭരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വില 170 രൂപ വരെ ഉയർന്നു. ഇങ്ങനെ നല്ല കാലം വന്നിട്ടും കർഷകർക്ക് വേണ്ടത്ര ആദായം ലഭിക്കുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ ഉൾപ്പെടെയുള്ള കൊപ്രാക്കളങ്ങൾ നാമാവശേഷമായി. തേങ്ങ വില തീരെ കുറഞ്ഞ കാലത്ത് സംഘങ്ങൾ പലതും പിരിച്ചുവിട്ടതും തിരിച്ചടിയായി. ഒരു തെങ്ങിൽ കയറുന്നതിന് 30 മുതൽ 50 രൂപ വരെ കൂലി നൽകണം. മിക്കവാറും തെങ്ങുകളിൽ അതിനനുസരിച്ചുള്ള തേങ്ങ ഉണ്ടാവുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ കൃഷിവകുപ്പ് മുഖാന്തരം നാളികേരം സംഭരിക്കുന്നതിന് നടത്തിയ ശ്രമത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാഫെഡ് കൊപ്ര സംഭരണത്തിന് ജില്ലയിലെ വിവിധ സംഘങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ഈ വർഷം നൽകിയിട്ടുമുണ്ട്.
പച്ചത്തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കി നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനും പണം അനുവദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCV. ആലപ്പുഴ വടക്കൻ വെളിയനാട് ബസ് സർവീസ് പുനരാരംഭിച്ചു. ആലപ്പുഴ KSRTC ഡിപ്പോയിൽ നിന്നും വടക്കൻ വെളിയനാട്ടേക്കുള്ള ബസ് ഇടക്കാലത്ത് നിലച്ചിരുന്നു. ബസ് സർവീസ് ആരംഭിച്ചത് വടക്കൻ വെളിയനാട്ടെ സാധാരണ യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമായി. ബസ് സർവീസ് വെളിയനാട് മാത്തച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. DKTF കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് മാത്യു അധ്യക്ഷത വഹിച്ചു. PP വാസു, പുരുഷൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 8:40 വൈകിട്ട് 5:05 ബസ് സർവീസ്. മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കോട്ടഭാഗം SN താലപ്പൊലി സമിതിയുടെ ആഭിമുഖ്യത്തിൽ താലപ്പൊലി മഹോത്സവം സംഘടിപ്പിച്ചു. മങ്കൊമ്പ് 19 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നാണ് താലപ്പൊലി ആരംഭിച്ചത്. കെട്ടുകാഴ്ച, സിംഗാരിമേളം, തൃശൂർ കാവടി എന്നിവയുടെ അകമ്പടിയോടെയാണ് താലപ്പൊലി മഹോത്സവം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ താലത്തിൽ പങ്കാളികളായി. പാണ്ഡ്യരാജ്യത്തിന് കീഴ്വഴക്കം കുറ്റവിസ്താരമോ അർമ്മം പറയുമോ? അതുമല്ല, ആ തിരുമ്പ് എന്റെ ഭാര്യ കണ്ണകിയുടേതാണ്. അന്യായമായി നിങ്ങളെ ശിക്ഷിക്കരുത്. ശബ്ദിക്കരുത്, തലമുടിക്ക്. വൈശ്യംഭാഗം ഇടക്കാട് ദേവീക്ഷേത്രത്തിലെ 46ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. ഏപ്രിൽ 15 മുതലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത്. ക്ഷേത്രത്തിലെ 3ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികം ജൂൺ 2 നടക്കും. ചരമവാർത്തകൾ. കണ്ടങ്കരി തെക്കേപ്പറമ്പ് വർഗീസ് നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2 കണ്ടങ്കരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്റെയും സഹോദരന്റെയും മരണത്തിനിടയാക്കിയ കാർ ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഡംബര കാർ ഉടമ ക്യാപ്റ്റൻ സുജിത് K. നായരും ഡ്രൈവറും റിമാൻഡിൽ. നെല്ല് സംഭരണ വില നൽകിയില്ല. കുട്ടനാടൻ കർഷകർ കയറെടുക്കേണ്ട അവസ്ഥയിൽ. നെല്ല് സംഭരണ വില വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. കുട്ടനാട്ടുകാർക്ക് കാലക്രമേണ യാത്രാ ബോട്ടുകൾ അന്യമാകും. കട്ടപ്പുറത്തായ ബോട്ടുകൾ മുങ്ങിത്താഴുന്ന വാട്ടർ അതോറിറ്റി. വീടണയാൻ വഴി കാണാതെ നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.